സർവമായ എന്ന സിനിമ നിങ്ങളിൽ ആരൊക്കെ കണ്ടിട്ടുണ്ട്? കണ്ടവർ ആരും തന്നെ എനിക്ക് തോന്നുന്നൊരു 99% ആളുകളും ചിന്തിക്കാത്ത ഒരു കാര്യം. എന്നാൽ സംവിധായകനും തിരക്കഥാകൃത്തും ഒരാൾ തന്നെയാണ്, നമ്മുടെ പ്രിയപ്പെട്ട സത്യൻ അന്തിക്കാടിന്റെ മകൻ അഖിൽ സത്യൻ എന്ന് പറയുന്ന ആളാണ് അത് റൈറ്റ് ചെയ്ത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളി ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു വെച്ച ഒരു സംഭവമുണ്ട്. വേറൊന്നുമല്ല, അത് കണ്ടവർക്ക് ഒരുപക്ഷെ ഇപ്പൊ പറയുമ്പോൾ മനസ്സിലാവുമായിരിക്കാം. ജെൻസി പെൺകുട്ടികളുടെ സ്വഭാവം എന്ന് പറയുന്നത്. കത്തുന്നില്ല എന്താന്നുള്ളത് പറഞ്ഞുതരാം. അതായത് ഈ നിവിൻ പോളിയുടെ ക്യാരക്ടർ ഈ ഒരു ഷോ ആയിട്ട് ബന്ധപ്പെട്ട് ബോംബെ പോകുമ്പോഴും അവിടെ വെച്ച് പെൺകുട്ടിയെ പുതുതായിട്ട് വരുന്ന ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ അവിടെ വെച്ചൊരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നുണ്ട്. ആ പരിചയപ്പെടുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ആ പെൺകുട്ടിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അവിടെ കാണിക്കുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആ സമയത്ത് അറ്റ് ദ മൂമെന്റിൽ ആ സീനിൽ തന്നെ ഒരു ബ്രേക്കപ്പ് ആണ്. ഒരു ഫ്രീക്ക് പയ്യനോട്ട് പ്രണയത്തിലായി, അവൻ അവളെ ഉപേക്ഷിച്ച് പോകുന്നു. പോയിന്റ്, അവൻ അവളെ ഉപേക്ഷിച്ച് പോകുന്നു. ജെൻസി പെൺകുട്ടിയാണ്, 90കളിൽ ജനിച്ച പെൺകുട്ടി ആയിരിക്കണം. ഓക്കെ, പോയിട്ട് അവിടെ ഒരു ബ്രേക്കപ്പ് ഉണ്ടാവുകയാണ്. അറ്റ് ദ മൂമെന്റിൽ തന്നെ നിവിൻ പോളിയുടെ എൻട്രി അവിടെ വരുന്നുണ്ട്. ജസ്റ്റ് മണിക്കൂറുകൾ മാത്രം വ്യത്യാസത്തിൽ ഒരുത്തൻ അവളുടെ ലൈഫിൽ നിന്നും അവൾ അത്രയും നാളും പ്രണയിച്ച, ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത, എന്തിനേറെ ഒരുപക്ഷെ ലൈംഗികമായി പോലും അവർ കോണ്ടാക്ട് ചെയ്ത ഒരു റിലേഷനാണത്. ഓക്കെ, അവിടെ നിന്നും ബ്രേക്കപ്പ് പറഞ്ഞ് പോയിട്ട് ആ ഒരു ഭയങ്കര ഫീല്, സാഡൊക്കെ കാണിക്കുന്നേ അറ്റ് ദ മൂമെന്റ്, അടുത്ത മണിക്കൂറിൽ പുതിയൊരാളെ കാണുമ്പോൾ അയാളോട് ഇഷ്ടം തോന്നുകയാണ്. അല്ലെ, ജെൻസി പെൺകുട്ടികളുടെ സ്വഭാവത്തെ എടുത്തു കാണിക്കുന്ന ഒരു കാര്യമാണ് ഡയറക്ടർ അവിടെ ചെയ്തിരിക്കുന്നത്. അയാൾ അറിഞ്ഞോ അറിയാതെയോ വന്നതാണ്, പക്ഷെ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ്. എല്ലാ ബന്ധങ്ങളുമുള്ള, എല്ലാ രീതിയിലുമുള്ള ഒരു പ്രണയത്തെ ബ്രേക്കപ്പിന് ശേഷം അട്ട മണിക്കൂറുകൾ മാത്രം, അതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ ഇവരൊക്കെ. മണിക്കൂർ മാത്രം വ്യത്യാസത്തിൽ പുതിയ ഒരാളോട് ഇഷ്ടം തോന്നുകയാണ്. അപ്പൊ കണ്ട ഒരാളോട് ഫാസിനേഷൻ തോന്നുകയും ഇഷ്ടം തോന്നുകയും അവിടെ പ്രണയത്തിലാവുകയാണ്. അപ്പോ ബ്രേക്കപ്പിനൊക്കെ മണിക്കൂറുകൾ മാത്രം വാല്യൂ കൽപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒന്നു പോയാൽ അടുത്ത സെക്കൻഡിൽ അടുത്തത് എന്ന വാല്യൂ കൽപ്പിക്കുന്ന, പ്രണയത്തിനും ബ്രേക്കപ്പിനും ഒക്കെ അത്ര വാല്യൂ കൽപ്പിക്കുന്ന ഒരു ജെൻസായി ഈ ഒരു മോഡേൺ പെൺകുട്ടികൾ, അതായത് ജെൻസി പെൺകുട്ടികൾ ആയി കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ കാണിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതിലെ ഡലൂലു എന്ന് പറയുന്ന ആ നായിക ക്യാരക്ടർ ചെയ്ത ആ പെൺകുട്ടി, ഒരു ഗോസ്റ്റിന്റെ, ഓക്കെ, മോഡേൺ ഗോസ്റ്റ് ആണ്. നല്ല രീതിയിൽ നല്ലപോലെ ആക്ട് ചെയ്തിട്ടുണ്ട്, കാണാൻ ഇൻട്രസ്റ്റ് ആണ്. ഒരുപക്ഷെ നമുക്കൊക്കെ തോന്നും അങ്ങനെ ഒരു ക്യാരക്ടർ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ അതൊക്കെ തോന്നുന്ന രീതിയിലാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ പെൺകുട്ടി പോലും ആലോചിച്ച് നോക്കൂ. അതായത് സ്വന്തം അച്ഛനും അമ്മയെടുത്തും ആ പെൺകുട്ടിയുടെ പ്രണയം പറഞ്ഞ് ആ ഒരു ലൊക്കേഷനിലേക്ക് ഈ പെൺകുട്ടി പ്രണയിക്കുന്ന ആളിനെ വിളിച്ചു വരുത്തുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അയാൾ വരുന്നില്ല. ഓക്കെ, ആ ക്യാരക്ടർ ഹൈഡാണ്, അത് ആരാന്ന് പോലും നമുക്കറിയില്ല. അതിലിപ്പോ പല ആളുകളും പറയുന്നു നിവിൻ പോളി ചേട്ടനാണെന്നൊക്കെ അതൊക്കെ ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ ഒരു ക്യാരക്ടറെ അവിടെ ഇല്ല, സംഭവം അത് വേറൊരാളാണ്. ഓക്കെ, അപ്പോൾ അവിടേക്ക് അയാളെ വിളിച്ചു വരുത്തുമ്പോൾ അതിനു മുമ്പ് തന്നെ ആ സീനിൽ പറയുന്നുണ്ട് താടിയുള്ള ആളാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ താടിയുള്ള ആളിനോടാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു വെക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, അത്രയും ഡീപ്പായ പ്രണയം സംഭവിക്കുന്നു. ആ പെൺകുട്ടിയുടെ മനസ്സിലുള്ള പ്രണയമുണ്ട്. അപ്പോഴാണ് പെൺകുട്ടി മരിച്ച് ആത്മാവായി വന്ന് വീണ്ടും ഒരു പ്രേത ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് വന്ന് നിവിൻ പോളിയായിട്ട് ദിവസങ്ങളുടെ മാത്രം കോണ്ടാക്റ്റേ ഉള്ളൂ. ആ കോണ്ടാക്ട് വെച്ച് താടിയുള്ള നിവിനെ പ്രണയിക്കുകയാണ്. നിവിൻ പോളിയുടെ ക്യാരക്ടറിനെ ഈ ഡലൂലു പ്രണയിക്കുകയാണ്. അപ്പോ പ്രണയങ്ങളല്ല പ്രശ്നം. ഈ ബ്രേക്കപ്പായി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രണയം ഇല്ലാതാവുമ്പോൾ അടുത്ത നിമിഷം ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ അടുത്ത ആളിനെ തേടുകയാണ്. ഒരു സേഫ് സോൺ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കുള്ള ഒരു ഇടമായി മറ്റൊരാളിനെ കാണുകയാണ്. മറ്റൊരാളിലേക്ക് എത്തുകയാണ് പെൺകുട്ടികൾ. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പ്രണയം തന്നെ സംഭവിക്കുന്നത് ഭയങ്കര പാടാണ്, പ്രണയം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അവിടെ ഒരു ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കറിയാം, നിരാശാകാമുകന്മാരായി നടക്കുന്നവരുണ്ടായിരുന്നു, വർഷങ്ങളോളം ഭ്രാന്തായി നടക്കുന്ന പ്രണയം ഉണ്ടായിരുന്നു, പെൺകുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്ന പ്രണയം ഉണ്ടായിരുന്നു. ആ രീതിയിലേക്കുള്ള ഡീപ്പായ പ്രണയം ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്നും ഈ 2026 ആകുമ്പോഴത്തേക്ക് ജെൻസി പെൺകുട്ടികൾക്ക് ഉള്ള പ്രണയത്തിന്റെ ബ്രേക്കപ്പിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നിമിഷങ്ങൾ മാത്രമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതിന്റെ ഒരു നേർക്കാഴ്ചയാണ് സംവിധായകൻ ഇത് അറിഞ്ഞോ അറിയാതെയോ അതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അല്ലെ, 2 പ്രണയങ്ങൾ എടുത്താലും ബ്രേക്കപ്പ് ആയതിനു ശേഷം
അറ്റ് ദ മൂമെന്റിൽ അടുത്ത ആളെ കിട്ടുമ്പോൾ പ്രണയിച്ചു തുടങ്ങുകയാണ്. പറഞ്ഞു വന്നത് ജെൻസി പെൺകുട്ടികൾ അവർക്ക് ഈ പ്രണയമൊന്നോ ബ്രേക്കപ്പ് എന്നൊരു സംഭവമൊന്നുമില്ല. അവർക്ക് അപ്പൊ കാണുന്നത് എന്താണോ അതാണ് അവരുടെ ലൈഫ്, അത് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് പ്രണയത്തിലിരിക്കുമ്പോൾ ലൈംഗിക ബന്ധമാണെങ്കിലും അല്ലെങ്കിൽ അവരുമായിട്ടുള്ള പൈസ സ്പെൻഡ് ചെയ്യുന്നതാണെങ്കിലും അവരെ മുതലാക്കുന്നതാണെങ്കിലും ഒക്കെ അറ്റ് ദ ടൈമിൽ അവർക്ക് എന്താണോ ആവശ്യം അത് നേടുക എന്നുള്ളതിന്റെ ഒരു മൊത്തത്തിലുള്ള വ്യാപാരമായി ഇത്തരത്തിലുള്ള പ്രണയങ്ങൾ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴത്തെ പ്രണയങ്ങൾ അങ്ങനെയാണ്. അതാണ് അത് പറഞ്ഞു വെക്കുന്നത്. സംവിധായകൻ അറിഞ്ഞോ അറിയാതെ ചെയ്തതായിരിക്കാം, നമുക്കറിയില്ല. നമ്മളൊരു കണ്ടെത്തൽ, അതായത് നമുക്ക് ആ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നുന്നൊരു കാര്യമാണ്, അത് യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്നു അല്ലെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യത്തിൽ വസ്തുതാ വിരുദ്ധമാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതാം. ഒരുപക്ഷെ നിങ്ങൾക്ക് എഴുതാൻ കഴിയും, കമന്റ് ചെയ്യാൻ കഴിയും. എന്താണ്, ഇപ്പോഴത്തെ പ്രണയങ്ങൾ ഇങ്ങനെ മതി, അല്ലാതെ പഴയതുപോലെ ബ്രേക്കപ്പ് ആകുമ്പോൾ നിരാശനായി നടക്കണ്ട, സൂയിസൈഡ് ചെയ്യണ്ട, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വേണ്ട, അടുത്ത നിമിഷം ഒരാളെ പ്രണയിച്ചോട്ടെ എന്ന് പറയുമായിരിക്കാം. പക്ഷെ പറഞ്ഞു വെക്കുന്നത് ഇപ്പോഴത്തെ പെൺകുട്ടികൾ ആ ഒരു മോഡേൺ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ അവർക്ക് പ്രണയമൊന്നോ ബ്രേക്കപ്പ് ഒന്നും സംഭവമൊന്നുമില്ല, നിമിഷങ്ങളിൽ മാത്രം ആയുസ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അതിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇത് കണ്ടവർക്ക് അപ്പം മനസ്സിലായി കാണില്ല. ഞാനിപ്പോൾ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ച് തുടങ്ങുമായിരിക്കാം. അങ്ങനെ ചിന്തിച്ച് തുടങ്ങുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്ക്.